എന്ത് വീണാലും ഉടനെ കല്ലാക്കി മാറ്റാൻ കഴിവുള്ള തടാകമോ? അതെ, മനോഹരമായൊരു തടാകക്കരയിലിരുന്ന് കാറ്റുകൊള്ളാനും കുറച്ചു സമയം ചെലവഴിക്കാനുമെല്ലാം ഇഷ്ടമല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എന്നാൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ കല്ലാക്കി മാറ്റാൻ കഴിയുന്ന ഒരു തടാകമുണ്ട്. അതെ, ടാർസാനിയയിലെ നാട്രോൺ തടാകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചുവന്ന ജലമുള്ള ഈ തടാകം ജീവജാലങ്ങളെ കല്ലാക്കി മാറ്റുന്നതിൽ പ്രസിദ്ധമാണ്. കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നു അല്ലേ? എങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കിഴക്കൻ ആഫ്രിക്കയിലെ ടാർസാനിയയുടെ വടക്കൻ ഭാഗത്താണ് നാട്രോൺ തടാകം സ്ഥിതി ചെയ്യുന്നത്. 56 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയുമുണ്ട് ഈ തടാകത്തിന്. നാട്രോൺ തടാകം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. തടാകത്തിലെ ജലത്തിന് വളരെയധികം ക്ഷാരഗുണമുള്ളതാണ് കാരണം. വരണ്ട പ്രദേശമായതിനാൽ ഇവിടെ മഴ തീരെ ലഭിക്കില്ല. ചില നദികളിൽ നിന്നും ചൂട് നീരുറവകളിൽ നിന്നും മാത്രമാണ് തടാകത്തിലേക്ക് വെള്ളം എത്തുന്നത്. തടാകത്തിന് സമീപമുള്ള ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഓൾ ഡോയിന്യോ ലെംഗെ എന്ന അഗ്നിപർവ്വതം തടാകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുമുണ്ട്. നാട്രോ കാർബണേറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരേയൊരു സജീവ അഗ്നിപർവ്വതമാണിത്. അപൂർവമായ കാർബണേറ്റ് ലാവയാണ് ഈ അഗ്നിപർവ്വതം പുറപ്പെടുവിക്കുന്നത്. ഈ തടാകത്തിലെ ജലത്തിന് കടലിലേക്കോ വലിയ നദികളിലേക്കോ ഒഴുകിപ്പോകാൻ ഒരു മാർഗവുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വളരെ ഉയർന്ന ഊഷ്മാവിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഉപ്പ് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രോ കാർബണേറ്റ് ലാവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും വരെ അപകടകരമാവിധം വിഷമയമാണ്. അങ്ങനെയാണ് തടാകത്തിൽ നാട്രോൺ എന്ന പേര് ലഭിച്ചത്. കഠിനമായ സാഹചര്യങ്ങളെ സഹിക്കാൻ കഴിയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് തടാകത്തിന് രക്തചുവപ്പ് നിറം ലഭിക്കുന്നത്. തടാകത്തിലെ വെള്ളം കുടിക്കുന്ന മനുഷ്യർ കല്ലായി മാറുന്നതായി പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇത് നാടോടി കഥയോ ഹൊറർ സിനിമയുടെ തിരക്കഥയോ പോലെ തോന്നുമെങ്കിലും ഉപ്പിന്റെ സാന്നിധ്യം കാരണം ഇതൊരു പരിധിവരെ ശരിയാണെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. സോഡിയം കാർബണേറ്റിന്റെ നിക്ഷേപം ഒരിക്കൽ ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷൻ പ്രക്രിയയിലും ഉപയോഗിച്ചിരുന്നു അത്രേ. തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിലെത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരു തരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുന്നതോടെ ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെയായി തീരുന്നു. എന്നാൽ ശാസ്ത്രീയമായി ഇതിന് വലിയ തെളിവുകളൊന്നുമില്ല. വാസ്തവത്തിൽ ഇതേ ജലം ഉപ്പുചതുപ്പുകൾ, ശുദ്ധജല തണ്ണീർത്തടങ്ങൾ മുതലായവയുടെ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മാരകമായ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ തടാകം മിക്ക മൃഗങ്ങൾക്കും ഭീഷണിയാണെങ്കിൽ ഫെമിംഗ്ലോകൾക്ക് അങ്ങനെയല്ലത്രേ. കിഴക്കൻ ആഫ്രിക്കയിലെ 2.5 ദശലക്ഷം ഫ്ലെമിംഗോകളുടെ ഏകസ്ഥിരമായ പ്രജനന മേഖലയും തടാകവും അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് തടാകം കുറച്ച് അപകടം നിറഞ്ഞതു തന്നെയാണ്. ഇതിൽ നീന്തി തുടിക്കാമെന്നൊന്നും കരുതണ്ട. തടാകത്തിലെ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന അമിതക്ഷാരവും ഉയർന്ന താപനിലയും മനുഷ്യ ശരീരം കല്ലുപോലെ മരവിപ്പിച്ചു കളയാനും ഒരു മമ്മിയെ പോലെ ആക്കി തീർക്കാനും കെൽപ്പുള്ളതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.